കുടുംബസദസ്സുകളുടെ പ്രിയതാരം ശ്രീ ജയറാം ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയ ഒരു ചിത്രമായിരുന്നു അക്കു അക്ബർ സംവിധാനം ചെയ്ത വെറുതെ ഒരു ഭാര്യ. ഗോപികയും ജയറാമും നായികാനായകന്മാരായി അഭിനയിച്ച് വൻ ഹിറ്റ് കളക്ഷൻ നേടിയ വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിൻ്റെ ശക്തമായ ആ പ്രമേയം ഞങ്ങൾ ഒന്ന് ഹാസ്യവൽക്കരിക്കുകയാണ്. ഹാസ്യത്തിനു വേണ്ടി മാത്രം. വെറുതെ ഒരു പാത്തുമ്മ. എന്റെ നാടൊടിഞ്ഞു. തുടങ്ങി മനുഷ്യന്റെ ലേലം വിളി. ഒരു നേരം വെറുതെ ഇരുത്തൂലാന്നേ. എന്തോ കണ്ട കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ട്. എടി ഒരു ഗ്ലാസ് ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കണടി. ഏതോ മനുഷ്യനെ നിങ്ങളാ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത്? ഇവിടം വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിലേക്കുള്ളോ. അവിടുന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാ നിങ്ങളുടെ കയ്യില് വാച്ചൂരി പോവോ? അത് ശരി. അപ്പൊ എന്താ റെസ്റ്റ് എടുക്കുക? അല്ല മനുഷ്യനെ, മരിക്കാൻ പോണേന് മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാണ്ടിരിക്കാൻ എന്ത് മല മറക്കണ പണി അടി അനക്കിവിടെ. ഇതില് നല്ലത് മല മറിക്കണ. ഞാൻ ഈ കുടുംബത്തെ ചെയ്യണ പണിയൊക്കെ പിന്നെ നിങ്ങളാ ചെയ്യണേ. ഈ ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി. ഞാൻ ചെയ്യണ പണിയൊക്കെ ഇജ്ജ് ചെയ്. അതിന് നിങ്ങൾക്ക് എന്താ എത്ര വലിയ പണി? വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാപാര നടക്കണതാ. പിന്നെ ഇന്റെ കടയിൽ ഇരിക്കോടി. ഒരു കട, ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും 2 നാരങ്ങ പിഴിയണം. ഇതപ്പ എത്ര വലിയ പണി? ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയാ. ഇന്റെ നാരങ്ങൻ കൂടെ പിഴിയാണല്ലോ. ഇന്നെ പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയില്ലോ. എടി ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെയും തുള്ളിയാലോ ചട്ടിയില. അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തോ, പെണ്ണെന്നും പെണ്ണ. എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയണ കേക്കാലോ. പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണാന്ന്. പെണ്ണെന്നും പെണ്ണെന്നെ. എന്താ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 2 കുറവുള്ളൂ. ഒന്ന് താടിയുടെയും ഒന്ന് മീശയുടെയും. പേടിപ്പിച്ചു. എടി ഹമുക്കെ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാ. അതിൽ ഒരെണ്ണം പഞ്ചറായ മതി, പിന്നെ വണ്ടി ഓടില്ല. ഒരു സ്റ്റെപ്പിന് എപ്പോഴും നല്ലതാണ്. ചെറിയ വായാലും വലിയ വർത്താനം പറയണ. അവൾ അതും പറയും, അതിലപ്പുറവും പറയും. നിങ്ങടല്ലേ മോള്? അപ്പൊ നിങ്ങളല്ലേ എന്റെ ഉമ്മ? കടന്ന് പൊയ്ക്കയ്യോർന്ന്, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും. അന്നെന്തിനാണ് ഇതിന്റെ ഇടയിലേക്ക് കെട്ടിയെടുത്ത്? ഞാൻ എത്ര നാളായി വാപ്പാനോട് ഒരു മൊബൈൽ മേടിച്ചു തരാൻ പറയണു. കുളി പഠിക്കണ എനക്കെന്തിനാണ് ഈ മൊബൈല്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പുറത്തെ വീട്ടിലെ ചുമന്ന കാറുള്ള ഒരു ചെക്കനായിട്ട് കയ്യാങ്കളി തുടങ്ങിയിട്ട് കാലം കൊറേ ആയി. ഇനി മൊബൈലും കൂടി മേടിച്ചു കൊടുത്താ ഓഫറിന്റെ കളിയായിരിക്കും. എന്തോഫർ? ഓന്റെ കൂടെ ഒളിച്ചോടുന്നു. അത് ശരി, അന്ന കുഴപ്പമില്ല. ഒളിച്ചോടുച്ചെങ്കിൽ ഞാൻ ഓൾക്കൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാം. എന്ത് പ്രാന്ത മനുഷ്യങ്ങൾ പറയണേ? ഒരു മൊബൈലിന് 999 ഉറുപ്പ്യയുടെ ചെലവല്ലല്ലോ. ഇല്ലെങ്കിൽ 916 സ്വർണം കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ എത്ര മുടക്കണം? അപ്പൊ മൊബൈലല്ലേ ലാഭം? കേട്ടവളെ കുന്നു കുഴിച്ചുകൂടും ഞാൻ. അവളുടെ മൊബൈലി അതിനെങ്ങനെ ഉമ്മ വെയില് ചാടിയ മോള് മതില് ചാടൂലോ. എന്റെ അല്ലേ മോള്? അപ്പൊ നിങ്ങളല്ലേ എന്റെ വാപ്പ? എന്നാണ് എന്റെ വിശ്വാസം. അത് അന്ധവിശ്വാസം ആവാ. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. പണ്ട് വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ എന്റെ ചാരിതാർത്ഥത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ചാരിത്രത്തെ അതിനെയാണ് സംശയിച്ചിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യനല്ല, മൃഗാണ് മൃഗം. ഞാനൊരു പുരുഷനാണ്. എന്റെ ഈ പോയി എന്നെ കളിയാക്കാനും തുടങ്ങിയില്ലേ? എന്നെ ഞാൻ ഇട്ടിച്ച് കൊലക്ക് അരച്ച് കുടിച്ച് തോലാക്ക് ചൊല്ലി ഒരു നിയമ നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിക്കാതർ നല്ല. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ നേരെ മെക്കെട്ടുകാരന് മഹിളാ സമാജത്തിലൊരു പരാതി കൊടുത്ത് നിങ്ങളൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര്
എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഒബാമ. ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാഭിഷനിൽ. ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാക്ഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. അത്തല പിത്തല തവളാച്ചി, ചുക്കുമരിക്കണ ചൂലാപ്പി, മറിയം വന്ന് വിളക്കൂതി. ഫു ഫു ഫു. എന്താ ഈ പറയണ്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു ഖാദർ പാത്തുമ്മ ദമ്പതികൾ, ഒപ്പം മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കജാക്ഷനും. ഖാദർക്കിൽ നിന്നും തുടങ്ങാം. പറയൂ ഖാദർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് ഈ സ്ത്രീകളുടെ മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ, ചർച്ചയിൽ പങ്കെടുത്തതിന്. അവിടുന്ന് പോയി. ഖാദർക്ക, അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം. അതെ, ഈ മറുപടി പറയിപ്പിക്കുച്ചെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. തീർച്ചയായും. വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ ഖാദർക്ക? എന്താ എന്റെ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണിച്ചോരല്ലാണ്ട് പറയണത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പഹിച്ചിനെ സ്നേഹിക്കണത്, അറിയോ? ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇത്താക്ക് വേണ്ടി താജ്മഹൽ പണിയുമോ? പണിയോന്നാ? അതിനു വേണ്ടി സ്ഥലം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന് ഈ പഹിച്ചൊന്ന് മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, എന്തു പറയുന്നു? ചെരുപ്പ്. കറക്റ്റ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അതിപ്പോ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനി ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ? പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ ഇടയിൽ പ്രണയം ഉണ്ടാകും? എന്തു പറയുന്നു മാംസള? എന്തായാലും ഇത്തരം കൾച്ചർ ഇല്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹംക്ക് പറയണ്? എടോ മാംസളെ, സിനിമയില് നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാ അവർക്ക് ആ ഷൂട്ടിംഗ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക ബീസുകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന 10ന്റെ പൈസ കിട്ടുമോ? മിസ്റ്റർ ഖാദർ, മൈൻഡ് യുവർ വേർഡ്സ്. യെസ്, യെസ്. ആ പദവിയുടെ അർത്ഥം അറിയാൻ എനിക്ക്. അതറിയണമെങ്കിൽ ഇന്ത്യ എന്താന്ന് മനസ്സിലാക്കണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്തിൽ നിന്ന് ഈയൊന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാറുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്തോന്ന് പരാജയം? മൂക്കറ്റം വെള്ളമടിച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്ക് മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. മിസിസ് മാംസളം, പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു? നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്രയെത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവളൊരു തുരുമ്പ് പിടിച്ച സ്റ്റൗവുമായി വന്നിരിക്കുന്നു. ഇവളുടെ പല്ലടിച്ചു ഒഴിക്കാൻ ആളില്ലാണ്ടാണ്. ഇങ്ങോട്ട് വാട അടിച്ചു ഒഴിക്കാൻ. എന്റെ കൈ രണ്ടും ചന്തയ്ക്ക് പോകും. ഇതുപോലെ ചന്ത വർത്താനേ പറയൂ. അത്രക്കായോ? ചർച്ച വഴി തെറ്റുന്നു, വാക്കുകൾ അതിര് കടക്കുന്നു, കാക്കയും താത്തയും കണ്ണു തള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു. നിന്ന് കഥാപ്രസംഗം പറയാതെ ഇങ്ങോട്ട് മാറി നിൽക്കണം. ഇയാളെ രണ്ട് പൊട്ടിച്ചാൽ എനിക്ക് സമാധാനം
എന്നെ സഹിക്കണമെന്നാ? നിന്നെ പോലൊരു ഭൂതനെ ഇത്ര നാൾ സഹിച്ച എന്നെ ഭൂവിട്ട് പൂജിക്കണം. നിനക്കറിയോ നിതീഷ്, ഈ പിശാച് ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത്. ഭാര്യയാണത്രേ, ഭാര്യ. ഒരു ഭർത്താവ് വന്നേക്കണ്, അലവലാതി. നിർത്തണേ. അയ്യയ്യയ്യയ്യേ, ഒരു വിധം ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു കൂതറ ഫാമിലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോ പാത്തുമ്മ, നമുക്ക് സ്വർഗല്ലേ സ്വർഗം. പറയാനുണ്ടാക്കാതിരിക്ക, ഇത് മഹിളാ സമാജല്ല, ലഹളാ സമാജ. അങ്ങനെ പറയ്. ഇതിന്ന് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല, ഒരു സാഹിത്യകാരനും പറ്റില്ല, ഒരു ചാനലുകാരനും പറ്റില്ല. നമ്മൾ എന്നെ വിചാരിക്കണം. മനസ്സിലായ? ഞങ്ങൾ ഒന്നായി. നിങ്ങൾ തമ്മിൽ എന്താണ് ഞാൻ ആയിക്കോ ചർച്ച മതിയാക്കി ഒരു പാട്ടകിടോ. മഞ്ഞിൽ കുളിക്കും രാവേറെയായി നിന്റെ മെയ്യിൽ ചന്തം വാചാലമായൊരു മോഹം നെഞ്ചിൽ തേരോട്ടമായി മണിത്തത്തമ്മേ. ഇതിൽ നിന്നും ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു കുടുംബത്തിനും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിനെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെ ആകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, സന്ധ്യാവിഷൻ. മഞ്ഞിൽ കുളിക്കും രാവേറെയായി നിന്റെ മെയ്യിൽ ചന്തം വാചാലമായൊരു മോഹം നെഞ്ചിൽ.
സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെയാണെങ്കിലും ഇന്ന് കേരളത്തിൽ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ഒരു തൊഴിൽ നേടണമെങ്കിൽ ധാരാളം കടമ്പകൾ കടക്കണം. അതിലൊന്നാണ് ഇൻ്റർവ്യൂ. ഇതാ ഇവിടെ നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തെ ഒരു നമ്പർ 1 ചാനലിൽ നടക്കുന്ന ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. വേദിയിലിതാ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ഇൻ്റർവ്യൂ. ആരും ബഹളം വെക്കരുത്. ഇന്റർവ്യൂ കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കും, അല്ല കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കും. എല്ലാരും ഒന്ന് ക്യൂ പാലിക്ക്. എടാ ഉൽപ്പലാക്ഷ, ആരാണ് അവിടെ കിടന്ന് ബഹളം വെക്കരുത്? ഓരോരുത്തരായിട്ട് ചവിട്ടി അകത്തേക്ക് ഗെറ്റൗട്ട് അടിക്കണോ? പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെ പോലെ. ആരെ പോലെ? പൃഥ്വിരാജ്. എന്റെ ദൈവമേ, ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ. ഈശ്വര, പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആളാ. കേറ്റി വിടാ വൃത്തികെട്ട രാജിനെ ഇങ്ങോട്ട്. ഓ എന്റെ പൊന്നോ. ഇതെങ്ങാനും കടിക്കുക. എന്തെന്നാടാ മുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. എന്തെന്ന്? മുടി സ്ട്രൈറ്റ് ചെയ്തതാ. ഞാൻ ഓർത്ത് കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്തു കോലവാടോ മൊത്തത്തില്. ഇത് സീജറമോ അല്ല, പിന്നെ ഇതിന്റെ പേരാണ് ചിത്തഭ്രമം. അതൊക്കെ പോട്ടെ, ഇവിടെ എന്തിനുള്ള ഇന്റർവ്യൂ ആണ് നടക്കണമെന്നുള്ള മനസ്സിലായ? 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുന്ന ഇന്റർവ്യൂ. അത് തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ പഠിച്ച് പാസ്സായാൽ നിനക്ക് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാടാം. അവിടെ പാട്ട് പാടി നേടിയാൽ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടും. അറിയാലോ? അതറിയാം. എന്താണ് നിന്റെ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. അത് ശരി. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ അങ്ങനെ അമ്പ വിളിക്കണേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. അയ്യോ എടാ, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഒക്കെ വോട്ടർമാരല്ലേ. അയ്യോ എടാ, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനെ പറ. ഒരാളേ ഉള്ളൂ. ഒരു ഡസൻ. അത് ശരി. അച്ഛൻ എന്താണ് ജോലി? അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി. റബ്ബർ വികസന കോർപ്പറേഷൻ? അതൊട്ട് കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ? ഇല്ല. ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. എന്റെ നൂലിട്ട് കെട്ടും കൊടുക്കും 2 രൂപ വാങ്ങും, വീണ്ടും വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും കൊടുക്കും 2 രൂപ വാങ്ങും. ഇത് തന്നെ പരിപാടി. ബലൂൺ കച്ചവടം. അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എക്സ്ക്യൂസ് മീ. ഹലോ പാപ്പാട്ടി, വെക്കണമോൾ. നിന്നെ പറയല്ല വിളിക്കുന്നത്, ചവിട്ടിന്റെ എല്ലാം വിളിക്കും. വെക്കണമോൾ ആരാടോ? അച്ഛനാണെന്നേ. അത് ശരി. റബ്ബർ വികസന കോർപ്പറേഷൻ. അപ്പൊ നിന്നോട് അമ്പലപ്പുറവുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മൾ ഈ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആന. ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും ആനയെ കാണാം. ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത്? അതറിയാൻ പാടില്ലേ? ഇല്ല. എന്റെ പൊന്നു സാറേ, അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ എന്തോരെ കിളികിളി പോലത്തെ സുന്ദരിമാരായ പെൺപിള്ളേരെ വന്ന് നിക്കണേ. അതിന്റെ ഇടയിൽ ആന മാത്രം കറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം. അതോർത്ത് മനപ്രയാസം കൊണ്ട് കരയണതാ. എന്റെ പൊന്നോ. അപ്പൊ ആനയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. നമ്മൾ ഈ സാധാരണ ആനയ്ക്കൊക്കെ ഹിന്ദു പേരുകളാണല്ലോ കൂടുതലായിട്ട് ഇടാറ്. മംഗലാംകുന്ന് ഗണപതി, പാമ്പാടി രാജശേഖരൻ, ഗുരുവായൂർ കേശവൻ, ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ്. എന്തുകൊണ്ടാണ് ആനയ്ക്കൊരു ക്രിസ്ത്യൻ പേര് ഇതുവരെ ആരും ഇടാത്തത്? വേണമെങ്കിൽ ഇടാം. എങ്ങനെ? ഗുരുവായൂർ മത്തായി, ഗുരുവായൂർ വർഗീസ് എന്നൊക്കെ വേണി ആനയ്ക്ക് ഇടാം. പക്ഷെ ഏത് പാത്രത്തിൽ കൊണ്ട് ഇതിനെ മാമോദിസ മുക്കും? പാത്രം വേണ്ടേ? അങ്ങനെ. ഈ സംഗീതവുമായി എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. അവരുടെ അനിയത്തി രഞ്ജിനിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ഖത്തറിലെ സംഗീതമല്ല. പിന്നെ സംഗീതം, പാട്ട്, മ്യൂസിക്. പാട്ട് എന്റെ ദൈവമേ, ഞാൻ ഒടുക്കത്തെ പാട്ടുകാരനല്ലേ. ഏത് ടൈപ്പിലുള്ള പാട്ടുകളാണ്? പോപ്പാണോ, റോക്കാണോ, മലയാളമാണോ, തമിഴാണോ? ഇതൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളാണ് പാടാറ്. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ വീട്ടിലാണെങ്കിൽ അയൽക്കൂട്ടോ കുടുംബശ്രീ ഒക്കെ നടക്കണേ. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട് പാടാം. അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. ഓക്കെ, അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയൽ തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം കൊലക്കെ കൊണ്ടോടി വാ ശാന്തേവാ. ശാന്തേവാ ശാന്തേവാ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ഓക്കെ. നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. പക്ഷെ പാടി തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പൊക്കോട്ടെ, ഞാൻ ബസ്സിന് പൊക്കോളാം. സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു. ഇങ്ങോട്ട് വാ. എവിടെ പോണ്? മാന്യനാന്ന് വിചാരിച്ചെന്നിട്ട് പറഞ്ഞത് കേട്ടോ. എടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ സംഗീതത്തിന്റെ മദനി, ആ മദനിയില്ലേ, ആ മദനി വന്നില്ല. മദനി വരൂല്ല. പുള്ളീനെ പരിപാടിക്ക് വിളിച്ചിട്ടില്ലല്ലോ. നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം. നമുക്ക് ആ ലോഡ്ജി താമസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാട്ടാ. യാത് ലോഡ്ജി? ജനറൽ ലോഡ്ജി. ജനറൽ ലോഡ്ജ് അല്ല, ജനറൽ നോളജ്, പൊതുവിജ്ഞാനപരമായ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത്? അതിന്റെ അച്ഛനാരാന്നറിയാൻ പാടില്ലാത്തോണ്ട്.
സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അതാണ് അടുത്ത ചോദ്യം. താനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നു. അപ്പോൾ താൻ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോളും. വെറുതെ നിന്നോർത്താ മതി. അടുത്തത് വ്യത്യാസം പറയുക. നമ്മൾ സാധാരണ കഴിക്കാറുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും. ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? പറയട്ടെ. സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും, പക്ഷെ രസം കഴിച്ച ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല. അടുത്ത വ്യത്യാസം പറയുക. ചപ്പാത്തിയും ചിക്കൻ ഗുനിയായും തമ്മിലുള്ള വ്യത്യാസം പറയുക. പറയട്ടെ. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്നു, ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം. മിടുക്കൻ. അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം. എന്റെ ദൈവമേ, എനിക്ക് എന്നാ ഇഷ്ടമുള്ള കളിയാണെന്ന് അറിയാമോ? പിന്നെ എങ്ങനെ? ഇന്നലെ കൂടി ഞാൻ 3 ഗോൾ അടിച്ച്. എടാ, ഈ ഗോളൊക്കെ അടിക്കുന്ന ടെന്നീസിലല്ലേ? അപ്പൊ കബഡിയുടെ കാര്യമല്ലേ പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ. ക്രിക്കറ്റ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും വേഗതയേറിയ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. വളരെ ശരിയാണ്. എങ്ങനെയാണ് ഉത്തരം കിട്ടിയത്? കളിക്കാനായിട്ട് ഗ്രൗണ്ടിൽ പോണേ കാണാം, അപ്പൊ തന്നെ തിരിച്ചു പോണേ കാണാം. ഇത്രയും വേഗത ഞാൻ ഒരാൾക്കും കണ്ടിട്ടില്ല. എന്റെ പൊന്നോ, സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അതാണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. ഒരിക്കൽ ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മറഡോണ സ്വന്തം ജേഴ്സി, അതായത് സ്വന്തം ഉടുപ്പിങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ജയിച്ചപ്പോൾ ഉടുപ്പിങ്ങനെ ഊരിയിട്ട് അതുപോലെ തന്നെ അടുത്ത കാലത്ത് 2020 വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ ടീം വിജയിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണി സ്വന്തം ജേഴ്സി ഇതുപോലെ ഇങ്ങനെ ഊരിയിട്ട് ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയം ആഘോഷിച്ചു. ഇതുപോലെ ഏതെങ്കിലും സ്പോർട്സ് താരം വിജയിക്കണം എന്നതിന് എനിക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോന്നോ? പറയട്ടെ. എന്റെ ദൈവമേ, ആ വിംബിൾട്ടൺ എന്നാണാവോ സാനിയ മിർസ ഒന്ന് ജയിക്കണത്? പുതിയ നിസ്സാരമല്ല. ഇങ്ങോട്ട് വാ. അടുത്തത് PT ഉഷയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ PT ഉഷ എന്ന കളിക്കാരിക്ക് ഏത് കളിയിലാണ് സ്വർണം കിട്ടിയത്? തുമ്പിതുള്ളൽ. കബഡിയാ? PT ഉഷ. എടാ, ഒരു ക്ലൂ അങ്ങോട്ട് തരാം. ക്ലൂ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുമല്ലോ. നമ്മൾ കുറച്ചുപേര് ചേർത്ത് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഈ ചീട്ട് കളിക്കുന്ന സമയത്ത് അങ്ങോട്ട് കുറെ പോലീസുകാർ വരുന്നു. ഈ പോലീസുകാരെ കാണുമ്പോ ചീട്ട് കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഓടും. ഓട്ടം. അപ്പൊ ഏത് കളിയിലാണ് PT ഉഷയ്ക്ക് സ്വർണം കിട്ടിയത്? ചീട്ടുകളി. അറിയാം, അതുകൊണ്ടാണ്. ഇതാണ് പറയണത്. മനസ്സിൽ ഭയഭക്തി ബഹുമാന ചിന്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്ന് സാറ്, നല്ല ഭയഭക്തി ബഹുമാന ചിന്ത. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിച്ചിട്ട് എടാ, ഇതുപോലെ പ്രാർത്ഥിച്ചാ പോരാ. സന്നിധാനത്തിനെ പോലെ അസലായിട്ട് ശരണം വിളിക്കാൻ പഠിക്കണം. ഞാൻ വിളിക്കാം. ശരണം വിളിച്ചാൽ മാത്രമേ ഇതുപോലെ ശാസ്താവ് കേൾക്കുള്ളൂ. ഞാൻ വിളിക്കാം. എടാ, കേരളക്കരയിൽ ശരണം വിളിക്കുന്ന ഉസ്താദാണ് ഞാൻ. അതിന് ഉസ്താദാണ് ഞാൻ. ഓക്കെ. ഞാൻ ശരണം വിളിക്കുമ്പോൾ ഏറ്റവും വിളിച്ചോളൂ. ഓക്കെ. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ പോക്കും നിർത്തും. എന്തെന്ന്? പോക്കും നിർത്തുന്നു. എന്തിന്? അല്ല, സ്വാമി ഒരു ഉപകാരം ചെയ്ത പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതാണ് പറയണത്. നീ ഇവിടെയെങ്കിലും ജനിക്കേണ്ടവനല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഇത് പറയുമ്പോ തന്നെ സാറിന് ഒരു വിഷമം. മനസ്സിലായി? എടോ, എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കുട്ടികളില്ല. ഈ കഴിഞ്ഞിടൻ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നം, എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കണ കുട്ടി സ്ഥാനം തെറ്റി കിടക്കണം എന്ന് പറഞ്ഞ് ആകപ്പാട് ടെൻഷൻ കഷ്ടപ്പാടുമല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഇതുപോലെ എന്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ സ്ഥാനം തെറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമായിരുന്നു? എന്നെ തല്ലി ചമ്മന്തിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റി. കുട്ടി സ്ഥാനം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അത് തല്ലേണ്ട കാര്യം എന്നെ തല്ലി സാറേ. കുട്ടിയല്ലേ, പ്രസവം അല്ലേ, സ്ഥാനം അല്ലേ, ചിലപ്പോ തെറ്റും. അത് തല്ലേണ്ട കേസ് എന്താണ്? എന്നെ തല്ലിയില്ലേ? ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കണം. ഈ കുട്ടി സ്ഥാനം തെറ്റിക്കിടന്ന് പറഞ്ഞില്ല, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ഥാനം തെറ്റിക്കിടന്നത്? ഇടത്തോട്ടും വലത്തോട്ടും ഒന്നല്ല സ്ഥാനം തെറ്റിക്കിടന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കേണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരിയുടെ വയറ്റിൽ കിടന്ന് അതിന്റെ ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോ
മലയാളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ധാരാളം ചലച്ചിത്ര സംവിധായകരുണ്ട്. അതിൽ അഗ്രഗണ്യന്മാരാണ് പത്മരാജനും ഭരതനും ജോൺ പോളും അരവിന്ദനുമെല്ലാം. ഇതിൽ ഭരതൻ സംവിധാനം ചെയ്ത് ഏറെ സൂപ്പർ ഹിറ്റായി മാറിയ വൈശാലി എന്ന ചിത്രം ഹാസ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്ന് വളച്ചൊടുക്കുകയാണ്. നമുക്ക് കാണാം ആ വൈശാലി. വൈശാലിക്ക് ഇപ്പോൾ വയസ്സായി. അരിയ വേനലിന് അറുതി വരുത്തി അമൃതവർഷം പൊഴിക്കുവാൻ ഋഷിശൃംഗൻ എന്ന മുനികുമാരനെ മനം മയക്കി കൊണ്ടുവന്ന വൈശാലിയുടെ കഥ. കലയെയും സിനിമയെയും സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ച വൈശാലി എന്ന ചലച്ചിത്ര കാവ്യത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹാസ്യ ആവിഷ്കാരം വൈശാലിക്കിപ്പോൾ വയസ്സായി. അംഗരാജ്യത്ത് താമസിക്കുന്ന പ്രജകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരൾച്ച മൂലം തകർച്ച വന്ന നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അടിയന്തരമായി വിളിച്ചുകൂട്ടിയ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ മഹാരാജാവ് രോമപാതൻ വെളുത്ത കുതിരകൾ കെട്ടിവലിക്കുന്ന സ്വർണരഥത്തിൽ എഴുന്നള്ളുന്നേ. അയ്യോ അയ്യോ வசந்தமுல்லை போலே வந்து ஆடிடும் வெண்புறா. வசந்தமுல்லை போலே வந்து ആടിടും വെൺപുറ. എന്ത് തെറ്റിദ്ധരിക്കരുത് മഹാരാജൻ, ഇത് തമിഴിലെ ഒരു പാട്ടാ. മന്ത്രി പുങ്കവാ, എന്തുവാ ഇങ്ങവാ. നീ ഇന്നലെ നമ്മുടെ കൊട്ടാരം തൊഴിൽ ജാനുവിന്റെ വീട്ടിൽ വഴിതെറ്റി കയറിയെന്ന് കേട്ടല്ലോ. അയ്യോ, വഴിതെറ്റി കയറിയതല്ല, പിന്നെ അവളെ ഒന്ന് വഴിതെറ്റിക്കാൻ കയറിയതാ. എന്നിട്ട് എന്തായി? ഒന്നും പറയണ്ട. രാത്രി 9 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ ഞാൻ അവളുടെ വീട്ടിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. അവൾ തുറന്നില്ല. വൃത്തികെട്ടവനെ, അപ്പോൾ നീ ആയിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ വാതിലിൽ മുട്ടിയത്? ബാക്കിയുള്ളവൻ പേടിച്ച് വിറച്ച് കട്ടിലിന്റെ അടിയിലാ കിടന്നുറങ്ങിയത്. മന്ത്രി, എന്താ രാജൻ? അടുത്ത ഫെബ്രുവരിയിലാണ് നമ്മുടെ ജന്മദിനം. ഒരു രാജാവ് പറയണ വാക്ക് കേട്ട ഫെബ്രുവരി. എന്റെ മഹാരാജൻ, അടുത്ത മ്രാച്ചിലല്ലേ അങ്ങയുടെ പിറന്നാള്? അങ്ങനെ നമുക്കിപ്പോൾ 60 വയസ്സ് തികഞ്ഞു. അപ്പോ ഷഷ്ടി പൂർത്തിയായി. എങ്കിൽ കൊണ്ടുവരൂ, നാം ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്താന്ന്? എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുന്ന കേട്ടു. അതല്ല മഹാരാജൻ, 60 വയസ്സായെന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയായി. അപ്പോൾ 100 വയസ്സായാലോ? ഷട്ടി കീറി എന്ന് പറയും. നോക്കൂ മന്ത്രി, ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജ്ഞി പോകുന്നത് കണ്ടോ? സുന്ദരിയായിരിക്കുന്നു അല്ലേ? അല്ല, മന്ത്രി ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തിയിട്ട് എന്താ കാര്യം? മന്ത്രി തിക്കങ്ക കുലങ്ക എന്നാന്ന് അങ്ങനെയൊക്കെ പറയൂടെ. നീ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്താണ്? ഞാനൊരു ചൈനക്കാരിയെ കല്യാണം കഴിച്ചതല്ലേ. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ അതിനെ അങ്ങ് ഉപേക്ഷിച്ച്. അതെന്താ? ചൈനയുടെ സാധനമല്ലേ, 2 വർഷത്തിൽ കൂടുതൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. മന്ത്രി പുങ്ക, എന്താ മങ്കി? എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? പ്രഭു, ഈ നാട്ടിലെ പ്രജകളെല്ലാം വർഷങ്ങളായി വെള്ളം കിട്ടാതെ അലയുകയാണ്. ഓഹോ, കൊട്ടാരത്തിലെ ഭടന്മാർക്കെല്ലാം നല്ല കപ്പാസിറ്റി ആയി. അതെന്താ? വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടല്ലേ അടിക്കുന്നത്. ഈശ്വരാ, കൂമ്പ് വാടും. മാത്രവുമല്ല, മഴ കാത്തിരുന്ന വേഴാമ്പലെ രാജാവിനെ പച്ചത്തെറിയും വിളിച്ച് ഇന്നലെ രാവിലെ എങ്ങോട്ടോ പറന്നുപോയി. പിന്നെ പ്രഭു, നമ്മളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ ഈ നാട് വിട്ട് എങ്ങോട്ടോ പോയി. അതെന്താ? മഴയുണ്ടെങ്കിലല്ലേ പുള്ളിക്ക് പാടാൻ പറ്റൂ. നാം അതങ്ങ് മറന്നു. മാത്രവുമല്ല പ്രഭു, നമ്മുടെ നാട്ടിലെ തവളകളെല്ലാം പേക്രോ പേക്രോ എന്ന കരച്ചില് നിർത്തി. പിന്നെ പൊക്കോ പൊക്കോ എന്നാക്കി. മഹാരാജൻ, ഇനി എന്താണ് ഒരു പോംവഴി? നാം നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? മന്ത്രി പറയുന്ന എന്തു വഴിയും. പ്രഭു, വർഷങ്ങളായി മഴയില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മഴ പെയ്യിക്കണമെങ്കിൽ അവൻ വരണം. ആര്? ഋഷ്യശൃംഗൻ. അങ്ങ് അമേരു സാനുക്കൾ നിറഞ്ഞ കൊടുങ്കാട്ടിൽ ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ തപസ് ചെയ്യുന്നുണ്ട്. ഏത് ഹോട്ടലിലാന്ന് പറഞ്ഞ്? ഹോട്ടലിലല്ല, കാട്ടില്. ആ മുനികുമാരനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യിക്കാൻ കഴിയും. ഈ മുനികുമാരൻ ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു കന്യകയെ തന്നെ അയക്കണം. അവൾ അവനെ മനം മയക്കി കൊണ്ടുവരും. മന്ത്രി പൊങ്കവാ, നമുക്ക് എന്നാന്ന്? ബിനുക്കുട്ടനാ? മറ്റേ പേര് പറയാൻ ഭയങ്കര പാടാ. എന്നാ ഈ പേര് വെച്ചങ്ങ് പറഞ്ഞോ. നമുക്ക് ആ മുനികുമാരനെ വരുത്താൻ നമ്മുടെ റാണിയെ വിട്ടാലോ? എന്റെ പ്രഭു, മുനികുമാരനെ വരുത്താനാണ്, അല്ലാതെ വകവരുത്താനല്ല. പ്രഭു, എനിക്കൊരു ഐഡിയ. എങ്കിൽ എനിക്കൊരു എയർടെൽ. അതല്ല പ്രഭു, നമുക്ക് അടിമാലി ശാന്തയെ വിട്ടാലോ? അടിമാലി ശാന്ത കൊള്ളാം, ഐഡിയ. അവളാകുമ്പോൾ അവനെ മനം മയക്കി കൊണ്ടുവന്നുള്ളൂ. പ്രഭു,
അവളെ കൂടെ ഞാനും കാട്ടിൽ പോട്ടെ? വേണ്ട 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 വേണ്ട, സംഗതി പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാൽ തീർന്നില്ലേ അളിയാ? All cool girl, put your hands up and say. All cool girl, put your hands up and say. Om Shanti Om. Om Shanti Om. ഛേ, പൂജക്കടയിൽ ഏതോ ഹിന്ദി പാട്ട് കയറി വന്നല്ല. ഋഷ്യശൃംഗ, നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. നീ മാനിന് കാടി കൊടുത്തോ? സിംഹത്തിന്റെ താടി വടിച്ചോ? ഇങ്ങേർക്ക് എന്തിന്റെ കേടാ? ഞാനിപ്പോ ആ പാമ്പിനെ പല്ലിലേപ്പിച്ച് കുളിപ്പിച്ചു ഒന്നും കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ. അപ്പോഴേക്ക് തുടങ്ങി ഒരു അരശീശി. അല്ല, ഇതാരി? അടിമാലി ശാന്തയോ? അതെ, ആശ്ചര്യമായിരിക്കുന്നു. അങ്ങ് ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത മുനികുമാരനല്ലേ? പിന്നെ എങ്ങനെ എന്ന് മനസ്സിലായി? ഞാൻ നിന്നെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ബ്ലൂടൂത്ത് മുഴുവൻ നീയല്ലേ? ആട്ടെ, നീ ഏതുവരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. പിന്നെന്താ തുറന്ന് പഠിക്കാഞ്ഞത്? എന്തോന്ന്? അല്ല, തുടർന്ന് പഠിക്കാഞ്ഞത്? 8ാം ക്ലാസ് എത്തിയപ്പോഴേക്കും എന്റെ കാലിൽ കരപ്പം വന്നു. കാലിൽ കരപ്പം വന്നു? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ. എവിടെ? ഇങ്ങോട്ട്. എവിടെ? കുറച്ചുകൂടി നോക്കട്ടെ. ഇവിടത്തേക്ക്. അയ്യോ, കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി നോക്കട്ടെ. അത്ര എത്തിയപ്പോഴേക്കും കരപ്പൻ അങ്ങ് തീർന്നു. ഛേ, ഈ കരപ്പന് തീരാങ്കണ്ടൊരു സ്ഥലവേ. അങ്ങ് പൂജയിലാണോ? നോ, എന്താ ചോദിച്ചത്? ഇവിടെ ഹോമകുണ്ടം കത്തിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ശാന്ത, ഇത് ഹോമകുണ്ടമല്ല. പിന്നെ ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ ഞാൻ 2 ഉണക്കമീൻ ചുട്ടെടുക്കുന്നതല്ലേ? അതൊക്കെ പോട്ടെ, എന്താണ് നീ വന്നതിന്റെ ഉദ്ദേശം? മുനികുമാര, ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല, മേഘവുമില്ല. അത്രേ ഉള്ളൂ. ഇന്നാ 2ന്റെ CD. ഇത് മേഘ സിനിമയുടെ CD, ഇത് മഴ സിനിമയുടെ CD. രണ്ടും കൂടി കൊണ്ടുപോയി ഇട്ട് കണ്ടോ? അതല്ല, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് വർഷങ്ങളായി. അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്യിക്കണം പ്ലീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെ വരാതിരിക്കൂ? വരില്ലേ? വരാനേ. ഋഷ്യശൃംഗ, ഞാൻ എക്കോ ഇട്ട് വിളിച്ചിട്ടും നീ വിളി കേൾക്കുന്നില്ലല്ലോ. നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ഓർമ്മ കാണില്ലെന്നറിയാം. ഓക്കെ, അന്ന് ഞാൻ കണ്ണൂർ DYSP. ശരി, ജസ്റ്റ് ഡിസംബർ താൻ. സമ്മതിച്ചു. അച്ഛാ, ഒരു കാര്യം മറന്നുപോയി. എന്താ? താങ്ക് യു. അയ്യേ, ഇതെന്താ ഇങ്ങനെയൊക്കെ കേക്കുന്നേ? അതങ്ങനാ. എങ്ങനെ? അച്ഛൻ അശരീരിക്ക് ക്ഷാമം വരുമ്പോ കണ്ട സിനിമയുടെ ഡയലോഗ് എടുത്ത് വെച്ച് കാച്ചു. അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് മഴ വെച്ച് എനിക്ക് എന്ത് തരും? ഞങ്ങളുടെ രാജ്യത്തിന്റെ പകുതി തരും. ആട്ടെ, നിങ്ങളുടെ രാജ്യം എന്തോരം ഉണ്ട്? 2 സെന്റ്. 2 സെന്റോ? ബാക്കിയൊക്കെ ജപ്തി ചെയ്തോണ്ട് പോയി. ഇത്രയേ ഉള്ളൂ? ഇത് മാത്രമല്ല, 8 മാസമായി അടയ്ക്കാത്ത കറണ്ട് ബില്ല്, പിന്നെ 7 മാസമായി കൊടുക്കാത്ത പാൽക്കാരന്റെ പൈസ, 5 മാസമായി കൊടുക്കാത്ത പത്രത്തിന്റെ പൈസ, പിന്നെ നമ്മുടെ ചെട്ടിക്കമ്പനിയിൽ പൈസ അടച്ച പ്രജകളുടെ പൂരത്തെറിയും. ഇതെല്ലാം എനിക്കുള്ളതാണോ? പിന്നെ ടോട്ടൽ ഫോർ യു. എന്നാൽ ഇനി പോയേക്കാം നിന്റെ നാട്ടിലേക്ക്. ഗെറ്റ് റെഡി, കം ഫാസ്റ്റ്. പ്രിയമുള്ള നാട്ടുകാരെ, അടിമാലി രംഭ നയിക്കുന്ന ഋഷ്യശൃംഖനെയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമപാത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വരണം മിസ്റ്റർ കണസഗുണസ, നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. അങ്ങക്ക് എന്റെ പ്രമാണം. നിങ്ങൾക്ക് എന്റെ കരം തീർത്ത രസീത്. ശാന്തേ. എന്താ മഹാരാജൻ? നിന്നെ നാം സമ്മതിച്ചിരിക്കുന്നു. കേട്ടോ ദുഷ്ടബൃദ്ധ? ബിനുക്കുട്ട, നാം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ട് നാം ഇവൾക്ക് പട്ടം നൽകും. പട്ടം മാത്രമേ ഉള്ളൂ മഹാരാജാവേ. പിന്നെന്ത് വേണം? അത് പറപ്പിക്കാനുള്ള ഉണ്ടേ നൂലും തന്റെ അപ്പം കൊണ്ട് തരുമോ? ശാന്തേ, നീ എന്തായി സംസാരിച്ചത്? അല്ല കുമാര, ഇങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യമാന്നേ. എന്ത്? ഒരു രാജാവിനെയാണോ നീ അങ്ങേര് ഇങ്ങേരെന്നൊക്കെ വിളിക്കുന്നത്? ഒരല്പം ബഹുമാനം കൊടുത്തുകൂടെ?
ഈ നായിന്റെ പോനി. ബിനുക്കുട്ടാ, വെള്ളം കുടിക്കാതെ നമ്മുടെ തൊണ്ട വളരുന്നു. വാചകമടിക്കാതെ പോയി മഴ പെയ്യിക്ക്. മഹാപ്രഭു, മന്ത്രബോധിയെ മഴ കൊണ്ട് ഈ ഭൂമിയിൽ ഒന്ന് ആഞ്ഞു കിളച്ചാൽ പിന്നെ 1.5 മഴയായിരിക്കും. ഇപ്പൊ തന്നെ മണി 2:02. പോയി മഴ പെയ്യിക്ക്. അനുഗ്രഹിച്ചാലും പ്രഭു. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ. എനിക്കും എന്റെ കുടുംബത്തിനും. പോയി മഴ പെയ്യിക്ക്. മഹാരാജാവേ, ഋഷിശൃംഗൻ മഴവെടുത്തു ദേ ഭൂമിയിലേക്ക് ആഞ്ഞു കളക്കുന്നു. ആഞ്ഞു കളിക്കട്ടെ. മഴ പെയ്തു. ഭൂമിയിൽ നിന്ന് വെള്ളം ചേർക്കുന്നു. ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം, ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം. ദും 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 ദുന്ദുഭിനാദം നാദം നാദം. ആരാടാ മഴ പെയ്ച്ചത്? അയ്യോ, അറിയില്ലേ? ഈ നിൽക്കുന്ന ബിനുക്കുട്ടൻ. ബിനുക്കുട്ടാ, നിന്നെ അനുമോദിക്കാൻ ഇതാ പോലീസുകാരെത്തിയിരിക്കുന്നു. ഇങ്ങടുത്ത് വരൂ. ഇങ്ങോട്ട് മാറിക്ക. നീയാണോടാ മഴ പെയ്ച്ചത്? അതെ. പാട്ടി, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കുത്തി പൊട്ടിച്ചിട്ടാണോടാ നിന്റെ മഴ പെയ്ക്കല്? കുളിച്ചോനും കുടിച്ചോനും ഉൾപ്പെടെ ഒക്കെ കയറിക്കോണം ജീപ്പില്. അവസാന ഗണത്തിലേക്ക് കിടക്കണം. എല്ലാവരുടെ ആവശ്യപ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഈ അടുത്ത കാലത്ത് ഹിറ്റായ ഇഷ്ടഗാനം അരിപ്പോ തിരിപ്പോ. തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 ആനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോയി മോളെ അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. പരിപ്പോ തിരിപ്പോ കോതല മംഗല പരിപ്പോ 12 ആനയും കുതിരയും തെക്കിട്ട് വടക്കിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോയി മോളെ അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. തുമ്പപ്പൂവിൻ ചോറും വെച്ച് കുമ്പള മാംസക്കറിയുണ്ടാക്കി ഉമ്മാക്ക് പകുതി ഉപ്പാക്ക് പകുതി എന്ന് പറഞ്ഞ് പണ്ട് പൊട്ടിയ ചിരട്ടയിൽ ചോറ് വിളമ്പി തീറ്റിച്ചോളേ. അലക്കല് അരക്കല് കലമ്പല ഹോബി ഉടുപ്പെടുത്തടുപ്പിലും കുളത്തിലും ചാടി അത് കഴിഞ്ഞവളൊരു കൊട്ടയെടുത്തി ഇറങ്ങുന്നു രാത്രി. നല്ല അടലട്ടു വടത്തരി ഉണ്ടയും മണ്ടയും നിൽക്കണ ജോലി.
വടകര വളവിൽ 60 തെങ്ങിൽ 60 തെങ്ങിൽ 60 പൊത്തി 60 പൊത്തി 60 നത്ത് നത്തിന് കണ്ണെത്ര ഇങ്ങനെ മനുഷ്യനെ കറക്കണ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ നട്ടൊപ്പിരാന്താക്കി